ലോകം മുഴുവൻ ബന്ധിപ്പിക്കാൻ മനുഷ്യൻ റോഡുകളുണ്ടാക്കി. പക്ഷേ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുമ്പോൾ ഗൂഗിൾ മാപ്പ് പോലും പരാജയപ്പെടും. ആധുനിക ലോകം തോറ്റുപോയ ആ 100 കിലോമീറ്റർ. എന്നാൽ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇതല്ല. ഇതിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ വീഡിയോയുടെ അവസാനം ആ നിഗൂഢതയുടെ ചുരുളഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിച്ചു പോകും, എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇത്ര കാലമായിട്ടും വികസിപ്പിക്കാതിരുന്നതെന്ന്. മനുഷ്യൻ നിർമ്മിച്ച പാതകളിൽ വെച്ച് ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് പാൻ അമേരിക്കൻ ഹൈവേ. വടക്കേ അമേരിക്കയുടെ അറ്റത്തുള്ള അലാസ്കയിൽ നിന്ന് നിങ്ങൾ വണ്ടിയോടിച്ചു തുടങ്ങിയാൽ കാനഡ, USA, മെക്സിക്കോ തുടങ്ങി 14 രാജ്യങ്ങൾ പിന്നിട്ട് തെക്കേ അമേരിക്കയുടെ അറ്റത്തുള്ള അർജന്റീനയിലെ ഉഷുവായയിലെത്താം. ഏകദേശം 30,000 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് കേവലം ഒരു പാതയല്ല, മറിച്ച് 2 വൻകരകളെ തമ്മിൽ കോർത്തിണക്കുന്ന ഒരു ജീവനാഡിയാണ്. പക്ഷേ പാനമയുടെ തെക്കേ അറ്റത്തുള്ള യവിസ എന്ന ചെറിയ ഗ്രാമത്തിലെത്തുമ്പോൾ ഈ കൂറ്റൻ പാത പെട്ടെന്ന് അവസാനിക്കുന്നു. അവിടെ നിന്ന് കൊളംബിയൻ അതിർത്തി വരെയുള്ള 100 കിലോമീറ്റർ ഭാഗം ഭൂപടത്തിൽ ഒരു ശൂന്യതയാണ്. ഈ പ്രദേശത്തെയാണ് നമ്മൾ ഡാരിയൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ആധുനിക മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനൊരുങ്ങുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ലോകത്തെ മാറ്റിമറിക്കുമ്പോഴും സ്വന്തം ഭൂമിയിലെ ഈ ചെറിയ ദൂരത്തിൽ ഒരു റോഡ് പണിയാൻ ഇന്നും ലോകശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവിടം ഒരു ഭൗമശാസ്ത്രപരമായ ബ്ലാക്ക് ഹോളായി തുടരുന്നത്? ഇതിന് പിന്നിൽ കേവലം പ്രകൃതിപരമായ വെല്ലുവിളികൾ മാത്രമല്ല, ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവുമായ ചില ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഡാരിയൻ ഗ്യാപ്പ് എന്നത് വെറുമൊരു വനമല്ല, ഇത് പ്രകൃതി മനുഷ്യന് മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും കഠിനമായ പരീക്ഷയാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇവിടെ വലിയ പർവ്വതനിരകളും അതിഭീമമായ ചതുപ്പ് നിലങ്ങളുമാണുള്ളത്. ഈ ചതുപ്പുകളിൽ ഒരു റോഡ് നിർമ്മിക്കുക എന്നത് എഞ്ചിനീയറിംഗ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ആട്രോട്ടോ റിവർ പോലുള്ള വലിയ നദികളും അതിനോട് ചേർന്നുള്ള ചതുപ്പുകളും ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ വിഴുങ്ങാൻ ശേഷിയുള്ളതാണ്. ഇതിനേക്കാൾ ഭയാനകമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച ചൈനീസ് സൂര്യന്റെ വീഡിയോയിൽ കണ്ടതുപോലെ ആധുനിക AI നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചു പോലും ഇവിടുത്തെ കനത്ത കനോപ്പി തുളച്ച് ഉള്ളിലേക്ക് നോക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ കാടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ പോലും കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസമാണ്. മുകളിൽ ശത്രുക്കളെത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഏറ്റവും താഴെയുള്ളവർക്ക് വരെ അതൊരു മുന്നറിയിപ്പായി ലഭിക്കുന്ന രീതിയിലുള്ള സ്വാഭാവികമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ കാടിനുള്ളിലുള്ളത്. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന വാദം ഒരു വശത്ത് നിൽക്കുമ്പോൾ, മനുഷ്യൻ നിർമ്മിക്കുന്ന ഏതൊരു റോഡിനെയും തകർക്കാൻ ശേഷിയുള്ള പ്രകൃതിയുടെ ഒരു പ്രതിരോധ കോട്ടയാണിവിടെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കാടിനെ കീഴടക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിന് തങ്ങളുടെ അസ്തിത്വം തന്നെ നഷ്ടമായ കഥ നിങ്ങൾക്കറിയാമോ? കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. 1690കളിൽ സ്കോട്ട്ലാൻഡ് തങ്ങളുടെ ആകെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ചിലവാക്കി ഡാരിയൻ ഗ്യാപ്പിൽ ഒരു കോളനി സ്ഥാപിക്കാൻ ശ്രമിച്ചു. ദ ഡാരിയൻ സ്കീം എന്നറിയപ്പെട്ട ഈ പദ്ധതിയുടെ ലക്ഷ്യം പാസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വ്യാപാര കേന്ദ്രം അവിടെ പണിയുക എന്നതായിരുന്നു. എന്നാൽ പ്രകൃതി അവർക്ക് മുന്നിൽ ഉയർത്തിയത് അതികഠിനമായ വെല്ലുവിളികളായിരുന്നു. ആധുനികമായ മരുന്നുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് രോഗങ്ങളും പട്ടിണിയും മൂലം ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായി. ഈ തിരിച്ചടി സ്കോട്ട്ലാൻഡിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ഉലച്ചു കളഞ്ഞു. ആ പ്രതിസന്ധികൾക്കൊടുവിൽ ഇംഗ്ലണ്ടുമായി ലയിച്ച് യുണൈറ്റഡ് കിങ്ഡം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായി അത് മാറി. അതായത് ഒരു കാട് കാരണം ഒരു രാജ്യത്തിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി എന്ന് പറയപ്പെടുന്നു. ഈ ചരിത്രപരമായ തിരിച്ചടി ആധുനിക എഞ്ചിനീയർമാരെ ഇന്നും ഭയപ്പെടുത്തുന്ന ഒരു വലിയ പാഠമായി അവശേഷിക്കുന്നു. ഈ കാടിനെ കീഴടക്കാൻ മനുഷ്യൻ നടത്തിയ ശ്രമങ്ങൾ പലതും വലിയ ദുരന്തങ്ങളിലാണ് അവസാനിച്ചത്.
1960 ട്രാൻസ് ഡാരിയൻ എക്സ്പെഡിഷൻ എന്ന പേരിൽ ഒരു സംഘം അത്യാധുനിക ലാൻഡ് റോവർ ജീപ്പുകളുമായി ഈ കാട് മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. കേവലം 100 കിലോമീറ്റർ താണ്ടാൻ അവർക്ക് വേണ്ടി വന്നത് 136 ദിവസങ്ങളാണ്. അതായത് ഒരു ദിവസം 1 കിലോമീറ്റർ പോലും സഞ്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മരങ്ങൾ വെട്ടിമാറ്റിയും ചതുപ്പിൽ താഴ്ന്നുപോയ വാഹനങ്ങൾ വടമുപയോഗിച്ച് വലിച്ചു കയറ്റിയും അവർ നടത്തിയ ആ പോരാട്ടം ഇന്നും ലോകത്തിലെ ഏറ്റവും കഠിനമായ പര്യവേക്ഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ യാത്രയിലുടനീളം ആ സംഘത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ വിവരണാതീതമായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം മാത്രമല്ല, തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആധുനിക മനുഷ്യൻ കടന്നു കയറുന്നത് ഇഷ്ടപ്പെടാത്ത ഗോത്രവർഗക്കാരുടെ പ്രതിഷേധവും അവർക്ക് നേരിടേണ്ടി വന്നു. പട്ടിണിയും കഠിനമായ രോഗങ്ങളും കാരണം പലർക്കും ഈ പര്യവേക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അക്കാലത്തെ ആ പര്യവേക്ഷണങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ ഇന്നും ആ കാടിനുള്ളിൽ തുരുമ്പെടുത്ത് കിടക്കുന്നത് കാണാം. പ്രകൃതി അതിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിന്റെ നിശബ്ദ അടയാളങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു റോഡ് പണിയുക എന്നത് ഇന്നത്തെ കാലത്ത് സാങ്കേതികമായി അസാധ്യമൊന്നുമല്ല. കടലിനടിയിലും ഹിമാലയത്തിലും റോഡുകൾ പണിഞ്ഞ മനുഷ്യന് ഇതൊരു ചെറിയ കാര്യമാണ്. പിന്നെന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് പിന്തുണ ലഭിക്കാത്തത്? സുരക്ഷാപരമായ കാരണങ്ങളാലും മറ്റ് മുൻഗണനകളാലുമാണ് ഈ പാത തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കാത്തത്. ഔദ്യോഗികമായി അവർ പറയുന്ന കാരണം ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന രോഗം പടരും എന്നതാണ്. തെക്കേ അമേരിക്കയിൽ നിന്നും പശുക്കളിലൂടെയും മറ്റും ഈ രോഗം അമേരിക്കയിലെ കൃഷിയിടങ്ങളിൽ എത്തിയാൽ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. എന്നാൽ ഇതിന് പിന്നിൽ ചില പ്രായോഗികമായ കാരണങ്ങളുമുണ്ട്. വടക്കൻ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിമരുന്ന് കടത്തുമടക്കമുള്ള വെല്ലുവിളികൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന്റെ വികസനം എന്നത് കേവലം ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് സുരക്ഷാപരമായ നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കൂടാതെ മേഖലയിലെ നിലവിലുള്ള വാണിജ്യ പാതകളുടെ പ്രാധാന്യത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും വിവിധ നിരീക്ഷണങ്ങളുണ്ട്. ആഗോള ചരക്ക് നീക്കത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ നിലവിലെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനാണ് പലരും മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ പ്രദേശം ഇതേപോലെ തുടരുന്നതാണ് തന്ത്രപരമായി ഗുണകരമെന്ന് കരുതുന്നവരുണ്ട്. യഥാർത്ഥത്തിലൊരു റോഡ് വന്നാൽ തകരുന്നത് ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. സാങ്കേതിക വിദ്യയുടെയും രാഷ്ട്രീയത്തിന്റെയും അപ്പുറം പരിസ്ഥിതിപരമായ ചില വലിയ സത്യങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ജൈവ വൈവിധ്യമുള്ള മേഖലയാണിത്. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത 100 കണക്കിന് പക്ഷികളും സസ്യങ്ങളും ഈ കാടിനുള്ളിലുണ്ട്. ഒരു റോഡ് പണിയുക എന്നാൽ 10,000 ഏക്കർ വനം നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത് ആമസോൺ കാടുകൾക്ക് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു വലിയ പരിസ്ഥിതി ആഘാതത്തിന് കാരണമാകും. കൂടാതെ വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും വന്യജീവികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഏക ഇടനാഴിയാണിത്. വികസനത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പാത ഈ സവിശേഷമായ സ്വാഭാവിക ബന്ധത്തെ ബാധിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം വികസന നേട്ടങ്ങളെക്കാൾ കൂടുതലായിരിക്കുമോ എന്ന ഗൗരവകരമായ വിലയിരുത്തലിലാണ് ആഗോള പരിസ്ഥിതി സംഘടനകൾ. വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഇതിലെ പ്രധാന വെല്ലുവിളി. എങ്കിലും ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നു. ഡാരിയൻ ഗ്യാപ്പ് ഇന്നും ഒരു പസിൽ പോലെ അവശേഷിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴും സ്വന്തം ഭൂമിയിലെ ഈ 100 കിലോമീറ്ററിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുകയാണ്. ഇത് പ്രകൃതിയുടെ കരുത്താണോ, അതോ വികസനവും സംരക്ഷണവും തമ്മിലുള്ള ഒരു തുലാഭാരമാണോ? ഈ പാത തുറക്കപ്പെടുന്നത് പ്രകൃതിയുടെ വലിയൊരു സമ്പത്ത് നഷ്ടമാകുന്നതിന് കാരണമാകുമെന്ന് വലിയൊരു വിഭാഗം കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഒറ്റപ്പെടൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെയും അവകാശങ്ങളെയും ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്.
ഈ തർക്കങ്ങൾക്കും ആശങ്കകൾക്കും അപ്പുറം ആർക്കും പിടികൊടുക്കാത്ത ചില നിഗൂഢതകൾ ഇന്നും ആ കാടിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ പ്രകൃതിയെ ഭയപ്പെടുകയാണോ, അതോ ഈ കാട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളെ ഭയപ്പെടുകയാണോ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോകം മുഴുവൻ ഒരു റോഡ് വഴിബന്ധിപ്പിക്കപ്പെടേണ്ടതുണ്ടോ, അതോ ഡാരിയൻ ഗ്യാപ്പ് ഇതേപോലെ നിഗൂഢമായി തന്നെ തുടരണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ചിന്തയും ഈ ചർച്ചയെ കൂടുതൽ ആഴമുള്ളതാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ദ തിങ്കിംഗ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൗതുകമുണർത്തുന്ന മറ്റൊരു കണ്ടെത്തലുമായി കാണാം. നന്ദി.